PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. KSCARD ബാങ്ക് അസിസ്റ്റന്റ് ഖാദി ബോർഡ് JCI എക്സാമുകൾക്ക് വേണ്ടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാങ്കിങ്ങിൽ നിന്നുള്ള കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ കാണാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: on the secured portion of the doubtful assets for the period of 1 to 3 years to be charged a provision of on the secured portion of the doubtful assets for the period of 1 to 3 years to be charged a provision of options 100%, 60%, 50%, 40%. ഇത് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബാങ്കുകളുടെ നോൺ പെർഫോമിംഗ് അസറ്റിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്: സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ് ആൻഡ് ലോസ് അസറ്റ്. ഈ ഡൗട്ട്ഫുൾ അസറ്റിനെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നു: ഡൗട്ട്ഫുൾ 1 അപ് ടു 1 ഇയർ, ഡൗട്ട്ഫുൾ 2 അതായത് NPA അപ് ടു 1 to 3 ഇയേഴ്സ്, ഡൗട്ട്ഫുൾ 3 മോർ ദാൻ 3 ഇയേഴ്സ്. ഇങ്ങനെ ഡൗട്ട്ഫുൾ അസറ്റിനെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡൗട്ട്ഫുൾ അസറ്റ് 1 to 3 ഇയേഴ്സിൻ്റെ സെക്യൂർഡ് പോർഷന് നീക്കി വെക്കേണ്ട പ്രൊവിഷൻ എത്രയാണ് എന്നതാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 40%. അൺസെക്യൂർഡ് പോർഷൻ എന്ന് കാണുകയാണെങ്കിൽ 100% തന്നെ വന്നേനെ. ഡൗട്ട്ഫുൾ 1 ആണെങ്കിലും ഡൗട്ട്ഫുൾ 2 ആണെങ്കിലും ഡൗട്ട്ഫുൾ 3 ആണെങ്കിലും അൺസെക്യൂർഡ് പോർഷന് 100% പ്രൊവിഷൻ നീക്കി വെക്കണം. ഡൗട്ട്ഫുൾ 1 അതായത് ഡൗട്ട്ഫുൾ അപ് ടു 1 ഇയർ ആണെങ്കിൽ സെക്യൂർഡ് പോർഷന് 25% പ്രൊവിഷൻ വെക്കണം. ഡൗട്ട്ഫുൾ 2 അതായത് ഡൗട്ട്ഫുൾ അപ് ടു 1 to 3 ഇയേഴ്സ് ആണെങ്കിൽ സെക്യൂർഡ് പോർഷന് 40% വെക്കണം. ഡൗട്ട്ഫുൾ 3 അസറ്റ്സിനാണെങ്കിൽ സെക്യൂർഡ് ആയാലും അൺസെക്യൂർഡ് ആയാലും 100% തന്നെയാണ്. നോൺ പെർഫോമിംഗ് അസറ്റ് അഥവാ NPA മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്: സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ് ആൻഡ് ലോസ് അസറ്റ്സ്. സബ്സ്റ്റാൻഡേർഡ് അസറ്റിനും പ്രൊവിഷൻ നീക്കി വെക്കേണ്ടതുണ്ട്. സെക്യൂർഡ് പോർഷനാണെങ്കിൽ 15%, അൺസെക്യൂർഡ് പോർഷനാണെങ്കിൽ 25%. ഡൗട്ട്ഫുൾ അസറ്റിൻ്റെ നമ്മൾ പറഞ്ഞു. ഡൗട്ട്ഫുൾ 1 ആണെങ്കിൽ സെക്യൂർഡ് പോർഷന് 25%, അൺസെക്യൂർഡ് പോർഷന് 100%. ഡൗട്ട്ഫുൾ 2 ആണെങ്കിൽ ഡൗട്ട്ഫുൾ അപ് ടു 1 to 3 ഇയേഴ്സ് ആണെങ്കിൽ സെക്യൂർഡ് പോർഷന് 40%, അൺസെക്യൂർഡ് പോർഷന് 100%. ഡൗട്ട്ഫുൾ മോർ ദാൻ 3 ഇയേഴ്സ് ആണെങ്കിൽ സെക്യൂർഡ് പോർഷനായാലും അൺസെക്യൂർഡ് പോർഷനായാലും 100% ആണ് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഓൺ ദ സെക്യൂർഡ് പോർഷൻ ഓഫ് ദ ഡൗട്ട്ഫുൾ അസറ്റ്സ് ഫോർ ദ പീരീഡ് ഓഫ് 1 to 3 ഇയേഴ്സ് ടു ബി ചാർജ്ഡ് എ പ്രൊവിഷൻ ഓഫ്. ഉത്തരം ഓപ്ഷൻ ഡി, 40%. ഡാഷ് ആർ ദ അസറ്റ്സ് വിച്ച് പെർഫോം ഇൻ ദ നോർമൽ വേ ആൻഡ് ഡു നോട്ട് കോസ് എനി പ്രോബ്ലം ടു ദ ബാങ്ക്. ഡാഷ് ആർ ദ അസറ്റ്സ് വിച്ച് പെർഫോം ഇൻ ദ നോർമൽ വേ ആൻഡ് ഡു നോട്ട് കോസ് എനി പ്രോബ്ലം ടു ദ ബാങ്ക്. ഓപ്ഷൻസ്: ഇൻടാഞ്ചിബിൾ അസറ്റ്, സ്റ്റാൻഡേർഡ് അസറ്റ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, NPA. ബാങ്കുകൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത അസറ്റ്, അതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്റ്റാൻഡേർഡ് അസറ്റ്. ബാങ്കുകൾ കൊടുക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഒക്കെയാണ് ബാങ്കുകളുടെ അസറ്റ് എന്ന് പറയുന്നത്. ബാങ്കുകളുടെ അസറ്റിനെ മെയിനായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം: പെർഫോമിംഗ് അസറ്റ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ്. പെർഫോമിംഗ് അസറ്റാണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. നോൺ പെർഫോമിംഗ് അസറ്റിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: സബ്സ്റ്റാൻഡേർഡ് അസറ്റ്, ഡൗട്ട്ഫുൾ അസറ്റ് ആൻഡ് ലോസ് അസറ്റ്. അപ്പോൾ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് അസറ്റാണ്. ആൻ അസറ്റ് ഈസ് ട്രീറ്റഡ് ആസ് പെർഫോമിംഗ് അസറ്റ് ഓർ സ്റ്റാൻഡേർഡ് അസറ്റ് if interest is serviced promptly and there is no overdue irregularity in the account. It is standard asset. These are the assets which carry only normal risk. ഈ സ്റ്റാൻഡേർഡ് അസറ്റുകൾക്ക് നോർമൽ റിസ്ക് മാത്രമേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് അസറ്റിനും പ്രൊവിഷൻ നീക്കി വെക്കുന്നുണ്ട്. മിനിമം 0.40% ആണ് സ്റ്റാൻഡേർഡ് അസറ്റുകളുടെ പ്രൊവിഷൻ. The Integrated Ombudsman Scheme 2021 cover all previous Ombudsman schemes except the Integrated Ombudsman Scheme 2021 cover all previous Ombudsman schemes except options: the Banking Ombudsman Scheme 2006, the Ombudsman Scheme for Non-Banking Financial Companies 2018, the Ombudsman Scheme for Foreign Banks 2007, the Ombudsman Scheme for Digital Transactions 2019.
ഉത്തരം ഓപ്ഷൻ സി ആണ്. ദ ഓംബുഡ്സ്മാൻ സ്കീം ഫോർ ഫോറിൻ ബാങ്ക്സ് 2007. ബാക്കി 3 സ്കീമുകൾ മേർജ് ചെയ്തിട്ടാണ് 2021 ഓംബുഡ്സ്മാൻ സ്കീം, ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത്. അതായത് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006, ഡിജിറ്റൽ പേയ്മെൻറ്റ് ഓംബുഡ്സ്മാൻ സ്കീം 2019, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഓംബുഡ്സ്മാൻ 2018. ഈ 3 സ്കീമുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് റിസർവ് ബാങ്ക് ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം നിലവിൽ വന്നത്. ബാങ്കിങ് ഓംബുഡ്സ്മാനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് ഗോയിപ്പോറിയ കമ്മിറ്റി. BR ആക്ടിൻ്റെ സെക്ഷൻ 35A RBI ആക്ടിൻ്റെ സെക്ഷൻ 45L ബാങ്കിങ് ഓംബുഡ്സ്മാനെ കുറിച്ച് പറയുന്നത്. ദ RBI ഇൻട്രൊഡ്യൂസ്ഡ് ദ ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഇൻ ഓപ്ഷൻസ് 1995, 2000, 2002, 2006. RBI ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം കൊണ്ടുവന്ന വർഷം 1995. ഓപ്ഷൻ എ ആണ് ഉത്തരം. RBI ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം കൊണ്ടുവന്നത് 1995. കോഓപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ വന്നത് 2010. എക്സ്പാൻഡ് സർഫസി. ഓപ്ഷൻസ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീസ്ട്രക്ചറിംഗ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്, സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്, സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീഡെവലപ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്, സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻറിച്ച്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. ഇതിൽ സർഫസിയുടെ എക്സ്പാൻഷൻ ശരിയായത് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ്. ഇതാണ് സർഫസിയുടെ പൂർണ്ണരൂപം. സർഫസി ആക്ട് 2002 നിലവിൽ വന്നത്. 2002 ആക്ട് നമ്പർ 54. ആക്ട് നിലവിൽ വന്നത് 2002 ജൂൺ 21. സർഫസി ആക്ട് ഗീവ്സ് ദ പവർ ഓഫ് സീസ് ആൻഡ് ഡെസിസ്റ്റ് ടു ബാങ്ക്സ്. കോടതി നടപടിയില്ലാതെ ബാങ്കുകൾക്ക് NPA തിരിച്ചു പിടിക്കാൻ അധികാരം കൊടുക്കുന്ന നിയമമാണ് സർഫസി ആക്ട്. സർഫസി ആക്ട് യൂട്ടിലൈസസ് ദ ബാങ്ക് ആസ് ആൻ എഫക്റ്റീവ് ടൂൾ ഫോർ recovery of NPA, ensure KYC, preventing frauds in bank, documentation. സർഫസി ആക്ട് ബാങ്കുകളെ എന്തിനാണ് സഹായിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. റിക്കവറി ഓഫ് NPA റിക്കവറി ചെയ്യുന്നതിനുള്ള ഒരു എഫക്റ്റീവ് ടൂളായിട്ടാണ് ബാങ്കുകൾ സർഫസി ആക്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. സർഫസി ആക്ട് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി, അതുപോലെ അന്ത്യാരുചിന കമ്മിറ്റി. സർഫസി മീൻസ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ വിച്ച് ഫെസിലിറ്റേറ്റ്സ് റിക്കവറി ഓഫ് ലോൺസ് ബൈ ബാങ്ക്സ് വിച്ച് കൺസിസ്റ്റ് ഓപ്ഷൻസ് ക്വാസി ജുഡീഷ്യൽ ബോഡി, അഡ്വൈസറി ബോഡി, സെക്യൂരിറ്റൈസേഷൻ കമ്പനി. ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ അത് ലോൺസ് റിക്കവറി ചെയ്യാൻ ബാങ്കുകളെ സഹായിക്കുന്നു. ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ എന്ന് പറയുന്നത് ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ ഈസ് എ അപ്പലേറ്റ് അതോറിറ്റി. ഇറ്റ് ഇസ് എ ക്വാസി ജുഡീഷ്യൽ ബോഡി ഫോംഡ് അണ്ടർ RDD-BFI Act. RDD-BFI Act means recovery of debt due to banks and financial institutions. RDD-BFI Act 1993 വന്നത്. നരസിംഹം കമ്മിറ്റി, ഫസ്റ്റ് നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ ഇത് പ്രകാരമാണ് ഡെറ്റ് റിക്കവറി ട്രിബ്യൂണലും അതുപോലെ ഡെറ്റ് റിക്കവറി അപ്പലേറ്റ് ട്രിബ്യൂണലും ഫോം ചെയ്തത്. DRT അല്ലെങ്കിൽ ഡെറ്റ് റിക്കവറി ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് സർഫസി ആക്ടിൻ്റെ സെക്ഷൻ 17 പ്രകാരമാണ്. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഫൈൻഡ് ദ കറക്റ്റ് വൺ. Options: crop loans are usually short term. Crop loans are not secured. Both A and B are correct.
ബോത്ത് എ ആൻഡ് ബി ആർ ഇൻകറക്റ്റ്. ഈ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് നോക്കേണ്ടത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ക്രോപ്പ് ലോൺസ് ആർ യൂഷ്വലി ഷോർട്ട് ടേം. ക്രോപ്സ് ലോൺസ് യൂഷ്വലി അതായത് ഹ്രസ്വകാല വിളകൾക്കാണ് സാധാരണ വായ്പ കൊടുക്കുന്നത്. അത് ശരിയാണ്. ക്രോപ്പ് ലോൺസ് ആർ നോട്ട് സെക്യൂർഡ്. തെറ്റാണ്. ക്രോപ്പ് ലോണിന് സെക്യൂരിറ്റി കൊടുക്കാറുണ്ട്. ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്സ് ആണ് ക്രോപ്പ് ലോണിൻ്റെ സെക്യൂരിറ്റി. മൂന്നാമത്തത് ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. 4 ബോത്ത് എ ആൻഡ് ബി ആർ ഇൻകറക്റ്റ്. അപ്പം ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. ക്രോപ്പ് ലോൺസ് ആർ യൂഷ്വലി ഷോർട്ട് ടേം. 2 തരത്തിലുള്ള ക്രോപ്പ് ലോൺസ് ഉണ്ട്. ഷോർട്ട് ടേം ക്രോപ്പ് ലോണും അതുപോലെ ലോങ് ടേം ക്രോപ്പ് ലോണും. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് ആണെങ്കിൽ NPA അതായത് ലോൺ കിട്ടാക്കടം NPA ആവുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ റിമെയിൻ ഓവർ ഡ്യൂ ഫോർ 2 ഹാർവസ്റ്റ് സീസൺ. 2 ഹാർവസ്റ്റ് സീസൺ കഴിയുമ്പോഴാണ് ഓവർ ഡ്യൂ ആവുന്നത്. എന്നാൽ ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് ആണെങ്കിൽ അഡ്വാൻസസ് ബിക്കം NPA ഇഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഓർ ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് പ്രിൻസിപ്പൽ റിമെയിൻ ഓവർ ഡ്യൂ ഫോർ 1 ഹാർവസ്റ്റ് സീസൺ. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് ആണെങ്കിൽ ലോൺസ് NPA ആവുന്നത് 2 ഹാർവസ്റ്റ് സീസൺ കഴിയുമ്പോഴാണ്. എന്നാൽ ലോങ് ഡ്യൂറേഷൻ ക്രോപ്സ് ആണെങ്കിൽ ലോൺസ് NPA ആവുന്നത് 1 ഹാർവസ്റ്റ് സീസൺ കഴിയുമ്പോഴാണ്. Camels rating of banks means. Camels rating of banks means options: capital adequacy, asset quality, management capability, economic liquidity and sensitivity to market risk. Option B: capital adequacy, asset quality, management capability, earnings, liquidity and sensitivity to market risk. Option C: capital adequacy, asset quality, management capability, economic liquidity and security to market risk. Option D: capital efficiency, asset quality, management capability, earnings, leverage and sensitivity to market risk. ഇതിൽ ഏതാണ് ക്യാമൽസിൻ്റെ പൂർണ്ണരൂപം? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ക്യാപിറ്റൽ ആഡിക്വസി, അസറ്റ് ക്വാളിറ്റി, മാനേജ്മെൻറ്റ് കേപ്പബിലിറ്റി, ഏണിങ്സ്, ലിക്വിഡിറ്റി ആൻഡ് സെൻസിറ്റിവിറ്റി ടു മാർക്കറ്റ് റിസ്ക്. ക്യാമൽസ് CAMELS. C means capital adequacy, A means asset quality, M means management capability, E means earnings, L means liquidity and S means sensitivity to market risk. ഇതിന് ശേഷം ഒരു C കൂടി വരുന്നുണ്ട്. CSCB അസിസ്റ്റൻറ്റ് സെക്രട്ടറിക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ലാസ്റ്റ് C റെപ്രസെൻറ്റ് ചെയ്യുന്ന എന്തിനെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കംപ്ലൈൻസ് ആണ്. ക്യാമൽസിന് ശേഷം ഒരു C കൂടി ആഡ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് C മീൻസ് കംപ്ലൈൻസ്. ബാങ്കുകളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, പെർഫോമൻസ് ഒക്കെ ആസസ് ചെയ്യുന്നതിനുള്ള ഒരു റേറ്റിംഗ് സിസ്റ്റമാണ് ക്യാമൽസ് എന്ന് പറയുന്നത്. ക്യാമൽസ് ഡെവലപ്പായത് USA-യിലാണ്. 1987 നാഷണൽ ക്രെഡിറ്റ് യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ ക്യാമൽസ് അഡോപ്റ്റ് ചെയ്തു. 1988 ബേസൽ കമ്മിറ്റി ബാങ്കുകൾക്ക് വേണ്ടി ക്യാമൽസിനെ പ്രപ്പോസ് ചെയ്തു. ബാങ്കുകളിൽ ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റം സജസ്റ്റ് ചെയ്ത കമ്മിറ്റിയാണ് പത്മനാഭൻ കമ്മിറ്റി. പത്മനാഭൻ കമ്മിറ്റി സജസ്റ്റഡ് ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റം ഇൻ 1995. 1995 പത്മനാഭൻ കമ്മിറ്റി ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റം ബാങ്കുകൾക്ക് സജസ്റ്റ് ചെയ്തത്. ഡാഷ് ഈസ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ബൈ എ ബാങ്ക് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ലോൺസ് ഡിസ്പേഴ്സ്ഡ് ബൈ ബാങ്ക്. ഡാഷ് ഈസ് ദ ക്യാപിറ്റൽ റിക്വയർഡ് ബൈ എ ബാങ്ക് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ലോൺസ് ഡിസ്പേഴ്സ്ഡ് ബൈ ബാങ്ക്. ഓപ്ഷൻ CRAR, ലിക്വിഡിറ്റി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, ക്യാമൽസ് റേറ്റിംഗ്. ബാങ്കുകൾ ലോണിന് ആവശ്യമായിട്ടുള്ള ലോണുകൾക്ക് ആനുപാതികമായിട്ടുള്ള ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് എന്ത് തരം ക്യാപിറ്റലാണ് എന്നാണ് പറയുന്നത്. അതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. CRAR, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ. CRARനെയാണ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ഈസ് ഈക്വൽ ടു ടയർ 1 ക്യാപിറ്റൽ പ്ലസ് ടയർ 2 ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്സ്. ടയർ 1 ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബാങ്കിൻ്റെ കോർ ക്യാപിറ്റലാണ്. ദാറ്റ് ഇൻക്ലൂഡ്സ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ടയർ 2 ക്യാപിറ്റൽ എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ക്യാപിറ്റലാണ്. അതിൽ വരുന്നത് സബോർഡിനേറ്റഡ് ടേം ഡെറ്റ്, ഹൈബ്രിഡ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്, റീവാലുവേഷൻ റിസർവ്സ്, ജനറൽ ലോൺ ലോസ് റിസർവ്, അൺഡിസ്ക്ലോസ്ഡ് റിസർവ്സ് ഇതൊക്കെയാണ്. ടെക്നോളജി ചേഞ്ച് ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് റിസ്ക് ഇൻ ബാങ്ക്. ടെക്നോളജി ചേഞ്ച് ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് റിസ്ക് ഇൻ ബാങ്ക്. ഓപ്ഷൻസ്: ലിക്വിഡിറ്റി റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്, സ്ട്രാറ്റജിക് റിസ്ക്, മാർക്കറ്റ് റിസ്ക്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്പറേഷണൽ റിസ്ക്. ടെക്നോളജി ചേഞ്ചസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം
ഓപ്പറേഷണൽ റിസ്കിൽ വരുന്നതാണ്. റിസ്ക് വെയ്റ്റഡ് അസറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഓഫ് ക്രെഡിറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക് ആൻഡ് ഓപ്പറേഷണൽ റിസ്ക്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും 3 തരത്തിലുള്ള റിസ്കുകളാണ് ഫേസ് ചെയ്യുന്നത്. അത് ക്രെഡിറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക് ആൻഡ് ഓപ്പറേഷണൽ റിസ്ക് ആണ്. പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജന ഈസ് ഡാഷ് സ്കീം. പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജന ഈസ് ഡാഷ് സ്കീം. ഓപ്ഷൻസ്: പെൻഷൻ, ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജന എന്നത് എന്ത് തരം സ്കീമാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീം. പ്രധാൻ മന്ത്രി സുരക്ഷാ ബീമ യോജന ഒരു ആക്സിഡൻറ്റ് ഇൻഷുറൻസ് സ്കീമാണ്. ഒരു വർഷം 20 രൂപയാണ് ഇതിൻ്റെ പ്രീമിയം എന്ന് പറയുന്നത്. 2015 മെയ് 9 ശ്രീ നരേന്ദ്രമോദിയാണ് ഈ ഒരു സ്കീം ഉദ്ഘാടനം ചെയ്തത്. 18 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ളവർക്കാണ്, 18 വയസ്സ് മുതൽ 70 വരെ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഈ ഒരു സ്കീമിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത്. ഈ ഒരു സ്കീമിൽ നിന്ന് കിട്ടുന്ന ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. പെർമനൻറ്റ് പാർഷ്യൽ ഡിസബിലിറ്റിക്ക് 1 ലക്ഷം രൂപ. ഡെത്ത് ബൈ സൂയിസൈഡ് ഈസ് നോട്ട് കവേർഡ് ഇൻ ദി സ്കീം. വാട്ട് ഈസ് ദ ഏജ് ഗ്രൂപ്പ് ഫോർ അടൽ പെൻഷൻ? വാട്ട് ഈസ് ദ ഏജ് ഗ്രൂപ്പ് ഫോർ അടൽ പെൻഷൻ? Options: between 18 to 30 years of age, between 18 to 60 years of age, between 18 to 40 years of age, between 18 to 50 years of age. അടൽ പെൻഷൻ യോജന അല്ലെങ്കിൽ APY ഏജ് ഗ്രൂപ്പ് എത്രയാണെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ബിറ്റ്വീൻ 18 to 40 ഇയേഴ്സ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. മിനിമം ടൈം ഡ്യൂറേഷൻ ഓഫ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് 20 വർഷമാണ്. അടൽ പെൻഷൻ യോജന അഥവാ APY അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക്, അൺഓർഗനൈസ്ഡ് സെക്ടറിലുള്ള എംപ്ലോയീസിന് പെൻഷൻ കൊടുക്കുന്ന പദ്ധതിയാണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി 2015 മെയ് 9 ഇത് ഉദ്ഘാടനം ചെയ്തത്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് APY അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. APY അടൽ പെൻഷൻ യോജന, ഇതിൻ്റെ പഴയ പേരാണ് സ്വാവലംബൻ യോജന. The revised rate of premium which will be debited for Pradhan Mantri Jeevan Jyoti Bima Yojana is revised rate of premium which will be debited for Pradhan Mantri Jeevan Jyoti Bima Yojana is options: rupees 436, rupees 330, rupees 426, rupees 395. ഉത്തരം ഓപ്ഷൻ എ ആണ്, റുപ്പീസ് 436, 436 രൂപയാണ് ഒരു വർഷം പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജനയുടെ പ്രീമിയം എന്ന് പറയുന്നത്. പ്രധാൻ മന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന ഒരു ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ്. 2015 മെയ് 9 തന്നെയാണ് ഈ സ്കീമും നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഈ ഒരു സ്കീമിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 50 വയസ്സ് വരെയാണ്. പ്രീമിയം 436 രൂപ. ലൈഫ് ഇൻഷുറൻസ് സ്കീമാണ്. നിലവിൽ വന്നത് 2015 മെയ് 9. ബാങ്കിങ്ങിലെ ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.